മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു ചവനപ്രാശ റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത് എൻ്റെ ഒരു സുഹൃത്തായ ആയുർവേദ ഡോക്ടറാണ്. ചുമയ്ക്കുള്ള ഒരു ഔഷധമായിട്ടാണ് എനിക്കിത് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ കുറച്ച് ആയുർവേദിക് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് ആദ്യം തന്നെ പറയാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ തിപ്പലിയുണ്ട്, കർക്കിടക ശൃംഖിയുണ്ട്, കച്ചോലം, ആടലോടകത്തിൻ്റെ വേര്, അടപതിയം കിഴങ്ങ്, ചിറ്റമൃത്, കഴുതാമ, കരിങ്കുവളക്കിഴങ്ങ്, അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക, പട്ട, ഗ്രാമ്പു, കൂവപ്പൊടി, ചുക്കുപൊടി, കൽക്കണ്ടം, ഇങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ വേണം. അത് ഞാൻ വഴിയേ പറയാം. ഇത് കുറച്ച് തിപ്പലിയാണ്. ഇത് നമുക്ക് കഷായം തയ്യാറാക്കുമ്പോൾ അതിനകത്ത് ഇട്ടിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിച്ചിട്ട് അവസാനം ചേർക്കുകയും ആവാം. ഞാൻ എന്തായാലും ഇത്രയും സാധനങ്ങളെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് കഷായം തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചതച്ചെടുക്കാൻ പറ്റാത്ത 1-2 ഐറ്റംസ് കൂടെ ഉണ്ട്. അതെല്ലാം തന്നെ ഒന്ന് മുറിച്ചൊക്കെ ചേർത്തിട്ടുണ്ട്. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യപ്രദം അതുപോലെ ഇത് ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് നമുക്കിത് കഷായമായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ കഷായം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺകലമാണ് എടുത്തിട്ടുള്ളത്. ഇത് പുതിയ മൺകലമൊന്നുമല്ല, നേരത്തെ ചോറ് വെക്കാനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഈ ചതച്ച് വെച്ചിട്ടുള്ള ഈ ആയുർവേദിക് മെഡിസിൻസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഞാൻ തിപ്പലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിപ്പലി നന്നായിട്ട് ഉണങ്ങിയതാണെങ്കിൽ പൊടിച്ച് ചേർത്താലും മതിയാകും ലാസ്റ്റ്. ഇതിപ്പോൾ ഞാൻ കഴുകിയ സമയത്ത് കുറച്ചധികം ഒന്ന് കുതിർന്ന് പോയി, അതുകൊണ്ട് ഇത് പൊടിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് കഷായം തയ്യാറാക്കുന്നതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഇത്രയധികം മെഡിസിൻസ് ചേർത്ത് ഞാനിത് തയ്യാറാക്കുന്നതിൻ്റെ ഒരു കാരണം, ഇത് ചുമ മാറുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയതാണ്. വിട്ടുമാറാത്ത ചുമ വന്നപ്പോൾ ഇത് അലോപ്പതിയിൽ എഫക്റ്റ് ഇല്ലയെന്ന് കണ്ടതുകൊണ്ട് ആയുർവേദ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് തന്നതാണ്. ഇത് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടെയാണല്ലോ. ഇത്രയധികം നെല്ലിക്കയൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പ്രതിരോധ ശേഷിക്ക് കൂടെ ഇത് നന്നായിരിക്കും. ഈ ഒരു ലേഹ്യം തയ്യാറാക്കി ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇത് മകൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. ചുമയ്ക്ക് നല്ലൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്താ ഇങ്ങനെയുള്ള കുറേ അധികം ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. എന്തായാലും അങ്ങനെ ചുമയുടെ ഒരു പ്രോബ്ലം നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സജസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഇങ്ങനെ ഒരു എഫക്റ്റ് ഉണ്ടോ എന്ന് അറിഞ്ഞ ശേഷം മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത്രയധികം ഇൻഗ്രീഡിയൻസ് ഇതിലിട്ട ശേഷം ഒരു 4 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ 4 കപ്പ് വെള്ളം ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് തിളപ്പിച്ച് ചെറിയ തീയിലിട്ട് ഇത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒന്നിച്ചിത് തീ കൂട്ടി അങ്ങനെ ചെയ്യരുത്. ആദ്യം ഒന്ന് തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് തീ കൊടുത്ത ശേഷം ചെറിയ കനലിലിട്ട് ഇത് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചധികം ടൈം കൺസ്യൂമിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിത് വിറകടുപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് പരുവത്തിനായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു രീതിയിൽ നല്ല കഷായത്തിൻ്റെ കളറിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കരിപ്പെട്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കരിപ്പെട്ടി ഇത് അങ്ങാടിക്കടയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് കുറച്ച് നല്ല വിലയാണ്. 1 കിലോയ്ക്ക് ഏകദേശം 230 രൂപ ആയിട്ടുണ്ട്. ശർക്കര ഉപയോഗിക്കാതിരിക്കുന്നതാവും നല്ലത്. ഇത് പനം കരിപ്പെട്ടിയാണ്. ഇത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ വാങ്ങുന്നതാവും നല്ലത്. ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി ചെറിയ പീസസ് ആയിട്ടൊന്ന് പൊട്ടിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. അതും ഒന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വെച്ച ശേഷം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് നെല്ലിക്ക ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ കേടായതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് നല്ല നെല്ലിക്ക നോക്കിയെടുത്ത് ഇത് നമുക്കൊന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞു പോകരുത്. ഈ ഒരു രീതിയിൽ വേണം വേവിച്ചെടുക്കുന്നതിനായിട്ട്. അതിനുശേഷം ഇതിൻ്റെ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം. കളഞ്ഞെടുത്ത ശേഷം ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതും അരച്ചെടുത്തൊന്ന് മാറ്റി വയ്ക്കാം. രോഗപ്രതിരോധ ശേഷി കുറവുള്ള കുട്ടികൾക്കാണ് എപ്പോഴും ഇങ്ങനെ ചുമയും തുമ്മലും ഒക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാവാം ഡോക്ടർ ഇത് സജസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാവാം ഇതുകൂടെ ചേർത്ത് ഇങ്ങനെ തയ്യാറാക്കാനുള്ള ഒരു റെസിപ്പിയായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷേ ഇതിൽ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എനിക്ക് കിട്ടിയിട്ടില്ല. കിട്ടാവുന്ന അത്രയും തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആടലോടകമൊക്കെ മസ്റ്റായിട്ടും ചേർക്കണം. ചുമയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉള്ളത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇത്ര ഐറ്റം കൂടെ വേറെ എടുക്കണം.
ഇത് നന്നായിട്ടൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇത് പൊടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇതിലേക്ക് ഞാൻ കൽക്കണ്ടം കുറച്ചുകൂടെ ചേർത്തിട്ട് ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ കൽക്കണ്ടവും നമുക്ക് ഈ ലേഹ്യത്തിൽ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇത് ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് ഈ ഏലക്ക തോല് കളഞ്ഞെടുത്താലും കുഴപ്പമില്ല. അങ്ങനെ എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനിത് അരിച്ചെടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു രീതിയിൽ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലേഹ്യം തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. ഞാൻ ഉരുക്കി വെച്ചിട്ടുള്ള കരിപ്പെട്ടി ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരിച്ചെടുത്തിട്ടുള്ളതാണ്. ചെറിയ മണ്ണും പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി അരിച്ചെടുത്ത ശേഷം നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കഷായം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് 1 കിലോ കരിപ്പെട്ടി, 1 കിലോ നെല്ലിക്ക എന്നുള്ള അളവിലാണ്. പിന്നെ പച്ചമരുന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. ഇനി ഇത് നന്നായി തിളപ്പിച്ച് ഒരു നൂൽ പരുവത്തിലാക്കിയെടുക്കണം. ഇത് കുറച്ചധികം സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യവും കൂടിയാണ്. ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തിളച്ച് തൂവി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചുമയ്ക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നതെങ്കിൽ എന്തായാലും ഇതിൽ ആടലോടകം ചേർക്കാൻ മറക്കരുത്. ആടലോടകത്തിൻ്റെ വേരൊക്കെ നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഈ അടപതിയൻ കിഴങ്ങ്, തിപ്പലി ഇങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ചേർക്കാൻ മറക്കരുത്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ലിസ്റ്റ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതനുസരിച്ച് ഇത് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു നൂൽ പരുവത്തിന് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈൻ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ടുള്ള ഈ നെല്ലിക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഈ നെല്ലിക്കയൊക്കെ വൈറ്റമിൻ സിയുടെ കലവറയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നെല്ലിക്കയൊക്കെ വാങ്ങിച്ച് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്ത ശേഷം അങ്ങനെ തയ്യാറാക്കരുത്. ഫ്രഷായിട്ട് കൊണ്ടുവന്ന് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം വൈറ്റമിൻ സി ഒക്കെ നമ്മൾ റെഫ്രിജറേഷൻ സ്റ്റോറേജ് അതിൻ്റെ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് കുറയ്ക്കും എന്നുള്ളതാണ് പഠനങ്ങൾ. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ ഇതിൽ പാസ് ചെയ്യാനുള്ള കാരണം എൻ്റെ പഠനകാലത്തിലെ പ്രൊജക്റ്റ് വർക്ക് ഇതായിരുന്നു. വൈറ്റമിൻ സിയുടെ റിഡക്ഷൻ ഉണ്ടാവും നമ്മൾ റെഫ്രിജറേഷൻ സ്റ്റോറേജ് ചെയ്യുന്ന സമയത്ത്. വൈറ്റമിൻ സി ഓരോ ദിവസം കഴിയും തോറും അതിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു ബേസിസിൽ കൂടാണ് ഇത് ഞാൻ പറയുന്നത്. ഇത് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നെയ്യ് കൂടെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 150 ഗ്രാം നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് പല സ്റ്റെപ്പിലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിൽ ഏകദേശം ഒരു 150 ഗ്രാമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിങ്ങനെ കുറുകി വരും തോറും ഇത് തെറിക്കാനും സാധ്യതയുണ്ട്. നെയ്യൊക്കെ കൂടുതൽ ചേർക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയാണ്. ഈ കൂവപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കൂവപ്പൊടി ഒന്ന് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി കിട്ടും. വീണ്ടും ഞാൻ കുറച്ച് നെയ്യ് കൂടെ അതിനുശേഷം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് പല ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കൽക്കണ്ടം കൂടിയാണ്. ഇത് ഒരു 100 ഗ്രാം കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം ചെയ്തെടുക്കുന്നതിന് കുറച്ചധികം സമയം എടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മറ്റു ജോലികളൊക്കെ തീർത്ത ശേഷം വേണം ഇത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാൻ. ഇതൊന്നുകൂടെ ഒന്ന് കുറുകി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇത്രയും സാധനങ്ങൾ കൽക്കണ്ടം ചേർത്ത് പൊടിച്ചില്ലായിരുന്നു. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് വീണ്ടും ഞാൻ കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യൊക്കെ അധികം കഴിക്കാൻ പാടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അളവ് കുറച്ചാൽ മതിയാകും. എങ്കിലും നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ നെയ്യൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റേതായ ഒരു പ്രത്യേകത ഉണ്ടാവും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചുക്കുപൊടിയാണ്. ഇതുകൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇത് പാത്രത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ട് വരുന്ന ഒരു ഫോമിലായിട്ടുണ്ട്. ഇത് ഓട്ടുരുളിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് പരുവമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം.
അതിനുശേഷം ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേനാണ്. അപ്പോൾ തേൻ ചേർക്കുന്നതിന് മുമ്പ് ഈ ലേഹ്യം നമ്മൾ തയ്യാറാക്കി നന്നായിട്ട് തണുക്കണം. തണുത്ത ശേഷം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർക്കുന്നുണ്ട്. ഇതിനൊന്നും ഞാൻ കൃത്യമായ ഒരു അളവൊന്നും പറയുന്നില്ല. ഞാനതിൽ കുറച്ചങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഈ തേൻ കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇത് പിന്നീട് നമുക്ക് കുപ്പിയിലേക്കൊക്കെ പകർന്നു വയ്ക്കാവുന്നതാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതാവും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഇത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. നമ്മളിതിൽ മറ്റ് പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതാവും നല്ലതെന്ന് തോന്നുന്നു. ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി കൊടുക്കുന്ന ചവനപ്രാവശ്യം കഴിക്കുന്നതിനേക്കാൾ നന്നായിട്ട് തന്നെ കുട്ടികളിത് കഴിക്കും. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്നും എന്തായാലും കടയിൽ നിന്ന് വാങ്ങുന്നതിൽ ചേർക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമായെന്ന് തോന്നുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്